കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് കർണാടകയിലെ ഉള്ളാളിൽ തുടക്കമായി. കർണാടക സ്പീക്കർ UT ഖാദർ യാത്ര ഉദ്ഘാടനം ചെയ്തു. ഷഫീഖ് നസ്രുള്ളയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷഫീഖ് നസ്രുള്ള, കാന്തപുരത്തിന്റെ യാത്ര ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് വിശദാംശം? മാറ്റിന്റെ നേതൃത്വത്തിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രക്ക് ഉള്ളാളിൽ തുടക്കമായത്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലാണ് കേരള യാത്ര. ഉള്ളാളിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ കേരള അതിർത്തിയായ തലപ്പാടിയിൽ യാത്രക്ക് സ്വീകരണം നൽകും. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചെർക്കളയിലാണ് ഈ യാത്രയുടെ ആദ്യ സ്വീകരണ സമ്മേളനം നടക്കുന്നത്. ഇതിൽ 40 സ്ഥിരാംഗങ്ങളാണ് യാത്രയിലുള്ളത്. പോഷക സംഘടനകളുടെയും സംസ്ഥയുടെയും 40 നേതാക്കളാണ് യാത്രയെ അനുഗമിക്കുന്നത്. മുഴുവൻ ജില്ലകളിലും സ്വീകരണത്തിന് ശേഷം യാത്ര 16-നാണ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. ഇത് 3ാമത്തെ യാത്രയാണ്, കേരള യാത്രയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്നത്. നേരത്തെ 1999-ലും 2019-ലും 2012-ലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേരള യാത്ര നടത്തിയിരുന്നു. അതിന് സമാനമായ സ്വഭാവത്തിലുള്ള ഒരു കേരള യാത്ര തന്നെയാണ് ആരംഭിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ ആദ്യ സ്വീകരണം 4 മണിക്ക് ചെർക്കളയിലാണ്. വലിയ ഒരുക്കങ്ങൾ ആണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ കേരള അതിർത്തിയായ തലപ്പാടിയിൽ യാത്രക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വർണ്ണ കടലാസുകൾ എന്തി പൂക്കൾ എന്തിയാണ് സ്വീകരണം നൽകുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തലപ്പാടിയിലും സജ്ജീകരിച്ചു. അല്പസമയത്തിനുള്ളിൽ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേരള അതിർത്തിയിൽ എത്തിച്ചേരും. വൈകുന്നേരം 4 മണിക്കാണ് ചെർക്കളയിൽ ആദ്യ സ്വീകരണ സമ്മേളനം നടക്കുക. മുഴുവൻ ജില്ലകളിലും പര്യടനം നടത്തിയതിനു ശേഷം 16-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലാണ് കേരള യാത്ര നടത്തുന്നത്. ഇത് AP അബൂബക്കർ മുസ്ലിയാറിന്റെ 3ാമത്തെ യാത്രയാണ്. കേരള 3 യാത്രകൾ. ശരി, ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.